നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തെടുക്കുന്നത്. ഈ സീസണിൽ ഇതിനോടകം തന്നെ ആകെ 12 തോൽവികൾ അവർ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ അവർ പുറത്തായി എന്നുള്ളത് മാത്രമല്ല, യുവേഫ യൂറോപ്പ ലീഗിലേക്ക് പോലും യോഗ്യത നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും കാര്യങ്ങൾ മോശം നിലയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പരിശീലകനായ എറിക് ടെൻ ഹാഗിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായിരുന്ന ജാബ് സ്റ്റാമും ഇപ്പോൾ ഈ പരിശീലകനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ടെൻ ഹാഗ് ആണ് എന്ന രൂപത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ടീമിനകത്ത് ശാന്തത ഉണ്ടാക്കുന്നതിന് പകരം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ആരോപിച്ചു. സ്റ്റാമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും ടെൻ ഹാഗ് ആശങ്കപ്പെടണം. തീർച്ചയായും അദ്ദേഹത്തിന് താരങ്ങളെ വിലക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. എന്നാൽ താരങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, സാൻജോ, വരാനെ എന്നിവരുടെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ മാധ്യമങ്ങളെ കൂടി അദ്ദേഹം വിലക്കി. ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇത് ഒരിക്കലും അദ്ദേഹത്തിന് നല്ലതല്ല. എപ്പോഴും ടീമിനകത്ത് ഒരു ശാന്തതയാണ് വേണ്ടത്, പ്രശ്നങ്ങളല്ല. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാനല്ല നിങ്ങൾ പ്രയോറിറ്റി നൽകുന്നത്, മറിച്ച് ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഇതാണ് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ സ്റ്റാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. ഇതിനോടകം തന്നെ 7 തോൽവികൾ അവർ ലീഗിൽ മാത്രമായി കൊണ്ട് വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത മത്സരത്തിൽ ചിരവേരികളായ ലിവർപൂളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.